ആകട്ടെ നോമ്പുകാല ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അല്പനേരം ധ്യാന ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന വിഷയം കരുതൽ. അതിനാധാരം എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെ. കുറിവാക്യം മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 34-ാം വാക്യം. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസം അന്നന്നത്തെ ദോഷം മതി. നോമ്പുകാലത്തുണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണെന്നും ദൈവത്തിന്റെ അനന്ത പരിപാലനയിൽ ആശ്രയിച്ചും കൊണ്ട് ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് കർത്താവായ യേശുക്രിസ്തു ഈ സുവിശേഷത്തിൽ ആഹ്വാനം ചെയ്യുന്നത്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള ഭാഗത്തിൽ കരുതൽ എന്നത് ആശങ്ക അല്ലെങ്കിൽ വിഷമം അതാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ യേശുക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ ജീവനെക്കുറിച്ചും നാളെക്കുറിച്ചും അധികം കരുതരുത്. നമ്മുടെ ജീവിതത്തിൽ പല കാരണങ്ങളാലുള്ള ആശങ്കകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ യേശുക്രിസ്തു നമ്മോട് ചോദിക്കുന്നു, ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എന്നാലും സ്വർഗസ്ഥനായ പിതാവ് അവയെ അതിശയകരമായി പോറ്റുന്നു. നിലത്തിലെ പൂക്കളെ നോക്കുവിൻ, അവ പണിയുന്നില്ല, നെയ്യുന്നില്ല, എന്നാലും ദൈവം അതിനെ അതിമനോഹരമായി അലങ്കരിക്കുന്നു. ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, നാം ഓരോരുത്തരും ദൈവത്തിന് അതിലേറെ വിലപ്പെട്ടവരാണ്. കരുതൽ കൊണ്ട് നമുക്കൊന്നും നേടാനാവില്ല. അവ മൂലം നമ്മുടെ മനസ്സുകൾ വേദനിക്കുകയും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഈ നോമ്പ് നാളുകളിൽ നാം ഓരോരുത്തരും നാളെക്കുറിച്ചുള്ള കരുതൽ ദൈവത്തിനെ ഏൽപ്പിച്ച് ഇന്നത്തെ ജീവിതം വിശ്വാസത്തോടെ ജീവിക്കാം. പറവകളെയും പൂക്കളെയും കരുതുന്ന ദൈവം നമ്മെ തീർച്ചയായും നടത്തും. ആമേൻ.